അപ്പോൾ നമ്മളുടെ എണ്ണ ചൂടായി. ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ചൂടാക്കാൻ വെച്ചു. ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം. ഒരുപാട് വേസ്റ്റ് ചെയ്ത് കളയേണ്ട എണ്ണ. ഇനി നമ്മൾ ഈ ബാറ്ററിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇങ്ങനെ മുക്കി ഇടും. അപ്പോൾ ശരിക്കും ഒരു കോട്ടിങ് ഉണ്ടാവും. നമ്മളിങ്ങനെ മുക്കി ഇട്ടാലും മതിയാകും. അപ്പം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടല്ലോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ആ എഗ് ഫ്രിറ്റേഴ്സ് പോലെയാണ് ഇപ്പോൾ ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും പാകത്തിന് മൂക്കണം. കുഴപ്പമില്ല. ഇത് കണ്ടില്ലേ, വലിപ്പം നോക്കും. ഇപ്പോൾ കോട്ടിങ്ങും കൂടെ വന്നപ്പോൾ കുറച്ചുകൂടി വലിയ വലിയ പീസസായിട്ട് മാറി. ഒന്നുകൂടി ഒന്ന് മൂക്കട്ടെ. അത് കഴിഞ്ഞ് എണ്ണയിൽ നിന്ന് മാറ്റും. അപ്പോൾ നമ്മുടെ മുട്ട ബാറ്ററിൽ മുക്കി വറുത്തത് എണ്ണയിൽ നിന്ന് മാറ്റാൻ സമയമാവുന്നു. ഇതൊരു എഗ് ഫ്രിറ്റേഴ്സ് പോലെ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ഫിംഗർ ഫിഷൊക്കെ ചെയ്യുന്ന പോലെ നല്ല രസമില്ലേ. നല്ല കരികരിപ്പായിട്ട് ക്രിസ്പിയായിട്ട് വറുത്ത് വരും. കരികരിപ്പായി കഴിഞ്ഞു. ഇത് എണ്ണ ഒന്നും കുടിക്കില്ല. അത് നമ്മൾ എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത്രയും എണ്ണ ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാകും. ഇനി ബാക്കിയുള്ള മുട്ടയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാനുള്ള എണ്ണയുണ്ട്. ഇനി കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ എണ്ണയിൽ തന്നെ ആയിരിക്കും ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ വഴറ്റാൻ പോകുന്നു. ഇത്ര എണ്ണ വേണ്ട, ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ ഒരു കിലുക്കം ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഞാൻ കേൾപ്പിച്ചു തരാം. കണ്ടോ? അപ്പോൾ അതെന്താ അർത്ഥം? നല്ല കരികരിപ്പായതാണ്, ക്രിസ്പി ആയിട്ട് നല്ല കരികരിപ്പായിട്ടാണ് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പം ആദ്യത്തെ കാര്യം കഴിഞ്ഞല്ലോ. ഇനി ഈ അടുപ്പിലേക്ക് ഈ പാത്രം മാറ്റുന്നു. ഈ അടുപ്പിൽ നിന്നും, അതായത് ഈ എണ്ണ മാറ്റിയിട്ട് മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഈ നമ്മൾ വറുത്ത എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ, ഇത് മുഴുവൻ വേണ്ട, കുറച്ച് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊരു ചൂടാക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് വയ്ക്കും. 2 തന്നെ വേണമെന്നില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി. അപ്പോൾ എപ്പോഴും നമ്മൾ ചൈനീസ് വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം വെളുത്തുള്ളിയാണ്, ഗാർലിക്കാണ് ഇടുന്നത്. വെളുത്തുള്ളി ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു മണം ഈ എണ്ണയിൽ കിട്ടണം. ഇപ്പം ഈ എണ്ണയ്ക്ക് ഒരുപാട് മണം അല്ലാണ്ട് തന്നെ ഉണ്ട്. കാര്യം മുട്ടയൊക്കെ വറുത്തെടുത്ത ആ ഒരു മണവും എല്ലാ ഫ്ലേവറിലേക്ക് എല്ലാവരും മണമൊക്കെ വരുന്നുണ്ട് അല്ലാതെ തന്നെ. അപ്പോൾ അതേ കണ്ടില്ലേ. ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇത് ബ്രൗണൊന്നും ആകണ്ട, ഒന്ന് വാടിയാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ തന്നെ പറയാം, 3 എണ്ണം. അപ്പോൾ പച്ചമുളകിൻ്റെയും പച്ച ചുവമാറണം, അതും ഒന്ന് വാടി കിട്ടണം. ഇനി ഇതിലേക്ക് ഈ സവാള, നീളത്തിനരിഞ്ഞ സവാള. ഇപ്പോൾ ചൈനീസ് കുക്കിങ്ങൊക്കെ എന്താ പറയുക, അരിയുന്ന പാട് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോട്ടിങ് എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അവസാന നിമിഷത്തെ ഇങ്ങനെ ഈ വഴറ്റൽ പരിപാടി അതിങ്ങനെ ഒരുപാട് ബ്രൗൺ ആക്കൽ. ഇന്ത്യൻ കുക്കിങ്ങിനാണ് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ അങ്ങനെയൊക്കെ വരുന്നത്. അതിനൊന്നും ആവശ്യമില്ല. ഒന്ന് വാടിയാൽ മതി. ലൈറ്റ് പിങ്ക് ഒക്കെ ആകുമ്പോൾ പല കാര്യങ്ങൾ മിക്സ് ചെയ്യും. ഫൈനൽ പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയാകും. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ സവാള ഒന്ന് വാടണം. കളറൊന്നും മാറണ്ട, വാടിയൊരു ലൈറ്റ് പിങ്ക് കളറായിട്ടിരുന്നാൽ മതി. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടി ഒരു പിങ്ക് കളറായി ട്രാൻസ്പെറൻ്റായി. കണ്ടില്ലേ, അതിൻ്റെ വോളിയമൊക്കെ കുറഞ്ഞ് അതിൻ്റെ ചുരുങ്ങിയില്ലേ, ഇത്ര ആവശ്യമുള്ളൂ. ചുരുങ്ങി കഴിയുമ്പോൾ നമ്മളിനി അടുത്ത ചേർമണി വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസ് അതിനകത്തേക്കിടുന്നു. അതും കൂടി ചേർത്തൊന്ന് ഇളക്കും. ഇനിയാണ് നമ്മളുടെ സോസസിൻ്റെ ഉപയോഗം. ഇത് സോയാ സോസ് നമ്മളൊരു 3 ടീസ്പൂൺ, അതായത് ഒരു വലിയ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ചെറിയ സ്പൂൺ നിറച്ചെടുക്കുക. ഇനിയും മിക്സ് ചെയ്യാം. ഈ 1 ടേബിൾ സ്പൂൺ എന്നുള്ളത് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര സോസിൻ്റെ ഇഷ്ടം, ചിലർക്ക് സോയാ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല. നോക്കിയിട്ട് ചേർക്കുക. സോസൊക്കെ എല്ലാ പീസസിലും പറ്റിപ്പിടിക്കണം.
ഇനി ഇതിൽ 2-3 കാര്യങ്ങൾ, കുറച്ച് കുരുമുളക് പൊടി, ഒരു എരിവിനാവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂണോ 1/4 ഒക്കെ ചേർക്കാം. ഇനി ഇച്ചിരി പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ പഞ്ചസാര. അതെല്ലാത്തിലും നമ്മൾ അവസാനം ഇച്ചിരി ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്, സോയാ സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പെല്ലാം കുറച്ച് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറ്റണം. കണ്ടല്ലോ, അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു വ്യത്യസ്തമായ നിറമായി കഴിഞ്ഞു. ഇനി ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ. ഇനിയാണിത് കളർഫുൾ ആവാൻ പോണേ. ചെറിയ ഉള്ളിയും ഇലയും കൂടി വരുന്നതാണ് സ്പ്രിംഗ് ഒണിയൻ. സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കാം. പിന്നെ വേണമെങ്കിൽ ശരിക്കും ഒരു ചൈനീസ് ടേസ്റ്റ് കൂടുതൽ കിട്ടണമെങ്കിൽ കുറച്ച് അജിനോമോട്ടോ ലാസ്റ്റ് ചേർക്കണം. അതൊരു ടേസ്റ്റ് മേക്കറാണ്. അതൊരു 1/4 ടീസ്പൂണോ 1 നുള്ളോ ഇതിൽ ചേർക്കാം. ഒക്കെ വേണമെങ്കിൽ മതി. ഞാനത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. സോസ് എല്ലാം നമ്മളുടെ മുട്ടയുടെ പീസിലെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഉള്ളിയും എല്ലാത്തിലും ആയിട്ടുണ്ട്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയാൽ മാത്രം മതി. ഭയങ്കര രസമല്ലേ. ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണെങ്കിലും വളരെ കുറവ്. ഇപ്പോൾ ചിക്കനും ബീഫും ഒക്കെ വാങ്ങിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നമുക്ക് ഒരുപാട് ലാഭത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്വാദുള്ളൊരു കാര്യം. ഇനി കോഴിമുട്ടയല്ല, താറാമുട്ടയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്, ആരോഗ്യത്തിനും നല്ലത്. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇത് എഗ് വൈറ്റ് മാത്രം വെച്ചും വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. മുട്ടയുടെ മഞ്ഞയാണല്ലോ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ വെള്ള മാത്രം വെച്ചിട്ടും ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അതൊക്കെ ആരോഗ്യം ഓരോരുത്തർക്ക് എത്രയുണ്ട് അതനുസരിച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.